കാലത്തിന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ചോദിച്ചാൽ ആണ്, അതാണ് വർഷങ്ങളായിട്ട് അറിയാം. പിന്നെ എൻ്റെ ഫാമിലി ഫുൾ ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അതെ, പിന്നെ എൻ്റെ മാരേജിന് വേണ്ടിയും മിക്കവാറും ഇവിടെ നിന്നൊക്കെ തന്നെയായിരിക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. സ്വർണ്ണം എടുക്കാൻ വന്നതായിരിക്കും അല്ലേ? അതെ. എങ്ങനെയുണ്ട് മോഡൽ? ഇതൊക്കെ എങ്ങനെയുണ്ട്? നല്ല കളക്ഷൻസ് ആണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് അഫോർഡബിൾ ആയിട്ട് റേറ്റിന് കിട്ടുന്നുണ്ട്. സാധാരണക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല കളക്ഷൻസ് ആണ്. 33 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു ചെറിയ കടയിൽ നിന്ന് ഇത്രയ്ക്കും വളരണമെങ്കിൽ ജനങ്ങളുടെ ഒരു സമീപനം, അവർക്ക് ജനങ്ങളാണ് ആ ഒരു മുതലിനോടുള്ളൊരു വിശ്വാസമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അനാവശ്യ പരസ്യങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ സാധാരണ പരസ്യം ചെയ്യുന്ന ആ വലിയ പരസ്യം ചെയ്യുന്ന പൈസയ്ക്ക് കസ്റ്റമർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മളെ വിജയം. കഴിഞ്ഞ 33 വർഷക്കാലമായി വെഞ്ഞാറമൂടിൻ്റെ സ്വർണ്ണ പാരമ്പര്യത്തിന് മാറ്റുകൂട്ടുന്ന താലം ജുവലേഴ്സിൻ്റെ മുന്നിലാണ്. താലം ഫാഷൻ ജുവലേഴ്സ് 2.25 കിലോ സ്വർണവും 10 കിലോ വെള്ളി ആഭരണങ്ങളും സമ്മാനമായി ഈ ഓണക്കാലത്ത് വേണ്ടി തരികയാണ്. അപ്പോൾ ഓണ സമ്മാനങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല ബമ്പർ സമ്മാനമായിട്ട് 100 പവനാണ് കേട്ടോ. പിന്നെ ഗൃഹോപകരണങ്ങളും ഒക്കെ ആയിട്ട് ഈ ഓണം നിങ്ങളോടൊപ്പം താലം ജുവലേഴ്സ് ആഘോഷിക്കുകയാണ്. അപ്പോൾ വന്നോളൂ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അന്വേഷിക്കാം. ഓണം ആഘോഷിക്കുകയാണല്ലേ താലം? അതെ, ആഘോഷിക്കുകയാണ്. 2.25 കിലോ സ്വർണം, 10 കിലോ വെള്ളി, പിന്നെ ബമ്പർ സമ്മാനം 100 പവൻ, ഫസ്റ്റ് പ്രൈസ് 25 പവൻ, സെക്കൻഡ് പ്രൈസ് 10 പവൻ, പ്രൈസ് 5 പവൻ. അങ്ങനെ നമ്മൾ അസോസിയേഷൻ വഴി കൊടുക്കുകയും അതിലുപരി നമ്മൾ തന്നെ ഈ ഗൃഹോപകരണങ്ങളിൽ അടുക്കള സാധനങ്ങൾ കംപ്ലീറ്റ് കൊടുക്കുന്നത്. സ്വർണ്ണം മേടിച്ചാൽ മാത്രം മതി, ഗൃഹോപകരണങ്ങൾ നമ്മൾ കൊടുക്കും. അടുക്കള സാധനം ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ആശയം. പക്ഷേ ഇവിടെ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണ് വെഞ്ഞാറമൂടിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ താലത്തിന് അന്നും ഇന്നും എന്നും നമ്മുടെ കസ്റ്റമേഴ്സ് താലത്തിനെ മാത്രം അന്വേഷിച്ച് വരുന്ന അല്ലെങ്കിൽ ആശ്രയിച്ച് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്? കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഉള്ള ജുവലറി ഒന്ന്, പിന്നെ എന്ന് പറഞ്ഞാൽ അനാവശ്യ പരസ്യങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ സാധാരണ പരസ്യം ചെയ്യുന്ന ആ വലിയ പരസ്യം ചെയ്യുന്ന പൈസയ്ക്ക് കസ്റ്റമർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മളെ വിജയം. സേവിങ് സ്കീം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തുകകൾ ഇട്ട് ഈ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ്. അല്ലാതെ നമ്മളത് സ്വർണ്ണമായിട്ടാണ് മാറ്റുന്നത്, പൈസയായിട്ടല്ല. തന്നെയായിരിക്കാം താലം ഇപ്പോഴും 33 വർഷമായിട്ട് വെഞ്ഞാറമൂട്ടിൽ പല കോമ്പറ്റേറ്റീവ്സ് വന്നിട്ട് പോലും താലം ഇപ്പോഴും ഒന്നാമത് തന്നെയാണ്. ഇത് താലത്തിൻ്റെ ഓണത്തിൻ്റെ ഓഫറാണ്, ഓണത്തിൻ്റെ ഗിഫ്റ്റുകളാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോഡലൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. ഇതെടുക്കാൻ ഒരു ഇതുണ്ട്. അപ്പം അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എടുത്തിട്ടേ പോകുന്നുള്ളൂ അല്ലേ? താലത്തിന്റെ ഓഫറൊക്കെ ചോദിച്ച് മേടിച്ചോളണം കേട്ടോ. സമ്മാനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഞാനൊരു കൊലുസ് നോക്കാൻ വന്നതാണ്. അപ്പൊ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാ? റേറ്റ് അഫോർഡബിൾ പ്രൈസ് ആണ്. ലൈറ്റ് വെയിറ്റ് കേരള ഐറ്റമാണ്. ഇപ്പോഴത്തെ പുതിയ മോഡൽ ട്രെൻഡിങ് ആണ്. വെഡ്ഡിങ് കളക്ഷൻ, നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെഡ്ഡിങ്ങിനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. വെഞ്ഞാറമൂട്ടിലെ ഒരു വലിയൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ താലവുമായിട്ടുള്ളൊരു ബന്ധം നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ സാറിന്? തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ താലത്തിനായിട്ടുള്ളൊരു ബന്ധവും അല്ലെങ്കിൽ ഇവിടുത്തെ വെഞ്ഞാറമൂട്ടിലെ 33 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ഇപ്പോൾ നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ നാട്ടുകാരനെ കാട്ടി ഉപരി ഞാൻ വേറെടുത്ത് വന്ന് താമസിക്കുക. പക്ഷേ ഈ 33 കൊല്ലം കൊണ്ട് എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ചെറിയ കടയിൽ തുടങ്ങിയൊരു കടയാണ്. ഇന്ന് ഈ കട നമ്മുടെ കേരളത്തിലൊരു 6 സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കടയ്ക്കൽ, പോത്തങ്കോട്, തിരുവനന്തപുരത്ത്, വെഞ്ഞാറമൂട്ടിൽ തന്നെ 2 സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അന്ന് ഈ 33 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു ചെറിയ കടയിൽ നിന്ന് ഇത്രയ്ക്കും വളരണമെങ്കിൽ ജനങ്ങളുടെ ഒരു സമീപനം, അവർക്ക് ജനങ്ങളാണ് ആ ഒരു മുതലിനോടുള്ളൊരു വിശ്വാസമാണ്. കാര്യം ഒരു സ്വർണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ താരത്തിൽ നിന്ന് വാങ്ങിച്ചാൽ താരത്തിൽ തന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കാൻ ആവശ്യങ്ങൾ നടക്കും. പിന്നെ അതിനുപരി എന്ന് വെച്ചാൽ ഒരു കല്യാണ പാർട്ടി വന്നാൽ തന്നെ ആ വീട്ടിലേക്ക് ആവശ്യമാകുന്ന ഒരു കല്യാണത്തിൻ്റെ പൊരുളെടുത്താൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും അവരെ അറിഞ്ഞൊരു സമീപനം, അതൊക്കെ കൊണ്ടാണ് താരം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് താരത്തിലേക്ക് ആൾക്കാർ വരികയും അവർ സ്വർണം വാങ്ങുകയും താരം ഇതേ കണക്ക് വളരുകയും ചെയ്തു. സാമൂഹ്യ പ്രവർത്തനവും താരത്തിനുണ്ട്. പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യുന്നു.
അതുകൊണ്ട് തന്നെ ആയിരിക്കും നാട്ടുകാർ ഇത്രയും സപ്പോർട്ടോടുകൂടി കൂടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അത് പോത്തൻകോടായാലും ശരി, കടക്കയിലായാലും ശരി, ഇപ്പോൾ തിരുവനന്തപുരത്തായാലും ശരി, ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലായാലും ശരി, ജനങ്ങളുടെ സമീപനമാണ്. ജനങ്ങളാണ് ഒരു കടയുടെ വളർച്ചയും തളർച്ചയും. അതിന് ഏറ്റവും ഉദാഹരണം എന്ന് വെച്ചാൽ താലം തന്നെയാണ്. ആ താലത്തിൻ്റെ ഒരു വളർച്ചയാണ്. ദൈവത്തിനും വീണ്ടും വീണ്ടും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ സഹപാഠിയല്ലേ, ആ ഒരു സുഹൃത്തിൻ്റെ വിജയം നമ്മുടെയും കൂടെ വിജയം. അതൊരു നല്ലൊരു പ്രവർത്തനമാണ്.